സ്നഗോ സ്നഗോ. പീറ്റർ പാർക്കർ ആ വാക്ക് പലതവണ ഉരുവിട്ട് മനസ്സിൽ ഉറപ്പിച്ചു നിർത്തി. എന്നിട്ട് പ്രഭുവിന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ഇത് ഒരു തടാകത്തിന്റെ പേരോ അതോ ഗ്രാമത്തിന്റെ പേരോ എന്ന് സംശയം തോന്നുന്നു. താങ്കൾക്ക് ആ സ്ഥലം നന്നായി അറിയാമോ? തീർച്ചയായും, പ്രഭു പറഞ്ഞു. ഞങ്ങളുടെ കുടുംബ സദസ്സുകളിൽ ധാരാളം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ആ വാക്ക്. ഒരു ഗ്രാമത്തിന്റെ പേരാണത്, തടാകത്തിന്റെയും. ആ പ്രദേശം വളരെ മനോഹരമാണ്. നീലജലം നിറഞ്ഞ തടാകം. ചുറ്റുമുള്ള വനവും തടാകക്കരയിലെ വീടുകളും നിശ്ചല ജലത്തിൽ പ്രതിഫലിക്കുന്നു. തടാകത്തിന് നടുവിൽ പച്ച പിടിച്ച ഒരു ദ്വീപ്. അതിൽ ഒരു സന്യാസി മഠം. അവിടെ ഒരു ദേവാലയവുമുണ്ട്. പ്രഭു ഒരു നിമിഷം നിർത്തി. പ്രാചീനമായ ഏതൊക്കെയോ കഥകൾ ഓർമ്മിച്ചെടുക്കും പോലെ ആ മുഖം വികാരഭരിതമായി. അപ്പോൾ പീറ്റർ പാർക്കർ ചോദിച്ചു, ഡ്രാക്കുളയും സ്നഗോ സന്യാസി മഠവുമായി ബന്ധമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നിരിക്കാൻ ഇടയുണ്ട് എന്ന് ചരിത്രവും പഴങ്കഥകളും സൂചിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ആത്മീയ കാര്യങ്ങൾക്ക് കനത്ത സംഭാവനകൾ നൽകിയിരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ മൊണാസ്ട്രികളിലെ സന്യാസിമാരും ഞങ്ങളുടെ കുടുംബവുമായി എല്ലാ കാലത്തും അടുപ്പത്തിലായിരുന്നു. എന്നാൽ കഥകളിൽ അങ്ങനെയല്ലല്ലോ കേൾക്കുന്നത്. ഗ്രെഗ് ഹഡ്സൺ തന്റെ അഭിപ്രായം അറിയിച്ചു. അപ്പോൾ പ്രഭു പറഞ്ഞു, കഥ കഥയും ചരിത്രം ചരിത്രവുമാണ്. അവസാന കാലത്ത് വ്ളാദ് ക്രൂരത നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്തു. സന്യാസിമാർ എന്നും അത്തരം പ്രവൃത്തികൾക്ക് എതിരായിരുന്നു. അതുകൊണ്ട് ഡ്രാക്കുളയും സന്യാസിമാരും തമ്മിൽ അകൽച്ചയുണ്ടായി എന്നത് നേരാണ്. അല്ലാതെ... അത്രയുമായപ്പോൾ ഗ്രെഗ് ഇടയ്ക്ക് കയറി. നമുക്കറിയേണ്ടത് ഈ മാപ്പിൽ സ്നഗോവിനെ കുറിച്ചുള്ള സൂചന വരാൻ കാരണമെന്തെന്നാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഓ, ഞാൻ അല്പം വഴിമാറിപ്പോയി. താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ എനിക്കല്പം പിന്നോട്ട് പോയേ തീരൂ. ഡ്രാക്കുള പ്രഭു ഒരു നിത്യഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ് ശത്രുക്കൾ പണവും അധികാരവും നൽകാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിശ്വസ്തരെ പ്രലോഭിപ്പിച്ചു. ചിലരൊക്കെ അതിൽ വീണുപോയി. അണക്കെട്ട് ചോർത്താൻ കല്ലിളക്കിയാലും മതി, അല്ലേ? പീറ്റർ പാർക്കർ ചോദിച്ചു. പ്രഭു അത് സമ്മതിച്ചു. അതെ, അതാണ് സംഭവിച്ചത്. വിശ്വസ്തരിൽ ചിലർ ചതിച്ചു. ആ കൂറുമാറ്റം ഡ്രാക്കുള പ്രഭുവിനെ പരിഭ്രാന്തനാക്കി. തുർക്കി രാജാവ് ചില പ്രതിനിധികളെ അയച്ചു. തന്നെ കാണാൻ വരുന്ന പ്രതിനിധികൾ തലപ്പാവ് ഉയർത്തണമെന്ന് ഡ്രാക്കുള ആവശ്യപ്പെട്ടു. അതായിരുന്നു അക്കാലത്തെ അവിടുത്തെ നിയമം. ഓ, ബഹുമാന സൂചകമായി തലപ്പാവ് ഉയർത്തുന്ന പതിവ് പല നാടുകളിലുമുണ്ട്, ഗ്രെഗ് കൂട്ടിച്ചേർത്തു. അതെ, പക്ഷെ പ്രതിനിധികൾ പറഞ്ഞത് ഞങ്ങൾ ദൈവത്തെ മാത്രമേ തലപ്പാവ് ഉയർത്തി ആദരിക്കൂ എന്നാണ്. ആ വാക്കുകൾ ഡ്രാക്കുളയെ കോപിഷ്ഠനാക്കി. തന്നെ മാനിക്കാത്തവരുടെ ആ തലപ്പാവുകൾ ആണിയടിച്ച് തലയിൽ ഉറപ്പിക്കാൻ ഡ്രാക്കുള കൽപ്പിച്ചു. തലയിൽ ആണിയടിച്ചതോടെ പ്രതിനിധികൾ മരിച്ചു വീണു. പീറ്റർ പാർക്കർ ഞെട്ടലോടെ ഗ്രെഗ് ഹഡ്സനെ നോക്കി. അതൽപ്പം കടന്നുപോയി എന്ന അർത്ഥത്തിൽ ഗ്രെഗ് താടിയിൽ വിരൽ തൊട്ട് തലയാട്ടുന്നുണ്ടായിരുന്നു. പ്രഭു തുടർന്നു. ആ സംഭവം ഓട്ടോമൻ ഭരണകൂടത്തെ കോപാകുലമാക്കി. ഒരു വൻ സൈന്യം ഇരമ്പിയെത്തി. ആദ്യമൊക്കെ എതിർത്തു നിന്നെങ്കിലും ഒടുവിൽ ഡ്രാക്കുള തോൽവിയിലേക്ക് നീങ്ങിത്തുടങ്ങി. ഒടുവിൽ ശത്രു ഏത് മിത്രമേത് എന്ന് നോക്കാതെ അദ്ദേഹം ആക്രമിച്ചു. 1476 ഡിസംബറിൽ നടന്ന പോരാട്ടത്തിൽ പ്രഭു മരിച്ചു വീണു, ബുഡാപെസ്റ്റിനടുത്തുള്ള വനത്തിൽ. ഏതാനും നിമിഷം അവിടെ നിശബ്ദത നിറഞ്ഞു നിന്നു. ആ ചരിത്ര സംഭവങ്ങൾ അവരുടെ മനസ്സിൽ മിന്നിമായുന്നുണ്ടായിരുന്നു. പ്രഭുവിന്റെ വാക്കുകൾ അവരെ വീണ്ടും വർത്തമാനകാലത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. കലിയടങ്ങാത്ത ശത്രുക്കൾ ഡ്രാക്കുളയുടെ തല വെട്ടിക്കൊണ്ടുപോയി കോൺസ്റ്റന്റിനോപ്പിൾ പ്രദർശിപ്പിച്ചു. അതോടെ ഡ്രാക്കുളയുടെ അനുകൂലികൾ ഭയചകിതരായി. അനാഥമായി കിടന്ന തലയില്ലാത്ത മൃതദേഹത്തിൽ തൊടാൻ പോലും കാക്കയും കഴുകനുമല്ലാതെ ആരും ധൈര്യപ്പെട്ടില്ല. പിന്നീട് എന്തുണ്ടായി? പീറ്റർ പാർക്കർ അക്ഷമയോടെ ചോദിച്ചു. അപ്പോൾ പ്രഭു തുടർന്നു. യുദ്ധത്തിന്റെ ആരവമടങ്ങിയപ്പോൾ സ്നഗോ മൊണാസ്ട്രിയിലെ സന്യാസിമാർ വന്നു. അവർ ആ മൃതദേഹം വനത്തിലൂടെ കൊണ്ടുപോയി മൊണാസ്ട്രിക്ക് പിന്നിലുള്ള സെമിത്തേരിയിലെ കല്ലറയിൽ സംസ്കരിച്ചു. അങ്ങനെ രാജ്യസ്നേഹിയായ ഒരു പോരാളിയുടെ കഥ അവസാനിച്ചു, അല്ലേ? ഗ്രെഗ് ചോദിച്ചു. അപ്പോൾ പ്രഭു ഒരു മറുചോദ്യം ഉന്നയിച്ചു. അവസാനിച്ചു എന്ന് പറയാൻ കഴിയുമോ? ആ കഥ ഇന്നും തുടരുകയല്ലേ? ധാരാളം തെളിവുകളോടെ. പ്രഭു പറഞ്ഞു നിർത്തും മുമ്പ് പീറ്റർ പാർക്കറുടെ ചോദ്യം മുഴങ്ങി. തെളിവുകളോ? എന്ത് തെളിവുകൾ? പറയാം. പിന്നീട് സ്നഗോ പ്രദേശത്ത് ഒരു ഖനനം നടന്നു. നിങ്ങളെപ്പോലെയുള്ള ചരിത്രാന്വേഷികളായിരുന്നു അതിന് പിന്നിൽ. സന്യാസി മഠത്തിന് പിന്നിലുള്ള കല്ലറയിൽ നിന്ന് ചുവപ്പു നിറമുള്ള ഒരു ശവക്കല്ലറയുടെ ഭാഗങ്ങൾ അവർക്ക് ലഭിച്ചു. അവർക്ക് ലഭിച്ച പട്ടുടുപ്പുകളുടെ ഭാഗങ്ങൾക്ക്
അതാ ആ പെയിന്റിങ്ങിലെ വസ്ത്രങ്ങളോട് സാമ്യമുണ്ടായിരുന്നു. പ്രഭു ഭിത്തിയിലിരിക്കുന്ന ഡ്രാക്കുള ചിത്രങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു. ഇനി എന്തെങ്കിലും? പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും ഒന്നിച്ചു ചോദിച്ചു. പ്രഭു തുടർന്നു. ഡ്രാക്കുള കുടുംബക്കാർ പലരും ഓർഡർ ഓഫ് ഡ്രാഗൺ എന്ന സംഘടനയിൽ അംഗങ്ങളായിരുന്നു. ആ സംഘങ്ങൾ ധരിക്കുന്ന തരത്തിലുള്ള ഒരു മോതിരവും ആ കല്ലറയിൽ നിന്ന് ലഭിച്ചു. അപ്പോൾ നമ്മുടെ മാപ്പിലെ സൂചനകളും ചരിത്ര യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടല്ലേ? ഗ്രെഗ് ചോദിച്ചു. അതെ, പ്രഭു തുടർന്നു. യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോൾ വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിൽ പ്രഭു നിധി സ്നഗോവിൽ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ടാകാം. ഇതിന് ഒരു പക്ഷേ വിശ്വസ്തരായ സന്യാസിമാരുടെ സഹായവും ലഭിച്ചിട്ടുണ്ടാവാം. അതുതന്നെ ആവണം സത്യം. എന്തായാലും നാം സ്നഗോവിലേക്ക് പുറപ്പെടാൻ വൈകേണ്ട, പീറ്റർ പാർക്കർ പറഞ്ഞു. അതിന് മറുപടിയായി പ്രഭു പറഞ്ഞു, സ്നഗോവിലേക്ക് പുറപ്പെടണം എന്നത് ശരി തന്നെ. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ മറ്റൊരാളെ പരിചയപ്പെടേണ്ടതുണ്ട്. മറ്റൊരാളോ? ആരാണ് അയാൾ? അയാൾക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ എന്താണ് പങ്ക്? ഗ്രെഗ് നെറ്റി ചുളിച്ചു. അപ്പോൾ പ്രഭു പറഞ്ഞു, ആ മറ്റൊരാളെ നമുക്ക് ഒഴിവാക്കാനാവില്ല. അദ്ദേഹമാണ് കൗണ്ട് ഡാനിയേലോ സ്റ്റെഫനോ. പ്രഭു പറഞ്ഞത് കേട്ട് പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും തമ്മിൽ നോക്കി. ആരാണ് ഈ കൗണ്ട് ഡാനിയേലോ സ്റ്റെഫനോ?